ഒരു ആൾദൈവം കൂടെ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കും. ഒരു യുവതിയെ വർഷങ്ങളോളം ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാൻ നിർബന്ധിക്കുകയും മോഷണം നടത്താൻ പ്രേരിപ്പിക്കുകയും വൈദ്യുതാഘാതം ഏൽപ്പിക്കുകയും ചെയ്ത കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവത്തെയും കൂട്ടാളികളെയും പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തു. താൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് വിശ്വസിപ്പിച്ച ഇയാൾ ഈ യുവതിയെ കൊണ്ട് ഇയാളുടെ മൂത്രം പോലും കുടിപ്പിച്ചതായാണ് വിവരം. പൂനെയിലെ വാഗോളിയിലുള്ള ഉബാലെ നഗറിൽ മോഡേൺ ഗുരുകുലം എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി വരികയായിരുന്നു രാധേശ്യാം മിശ്ര എന്ന രാധാ മോഹൻ മിശ്ര. വർഷങ്ങളായി ആളുകളെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കുറ്റവാളിയാണ് മിശ്ര എന്നാണ് പോലീസ് പറയുന്നത്. വാഗോളിയിലെ ഉബാലെ നഗറിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഇയാൾ ഒരു ഭൂഗർഭ ആശ്രമം നിർമ്മിച്ചിരുന്നത്. 2010 യുവതി ഇയാളുടെ വലയിൽപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് 2010 നും 2016 ഇടയിലാണ് ഇയാൾ യുവതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിക്കുന്നത്. ഈ കാലയളവിൽ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും വൈദ്യുതാഘാതം ഏൽപ്പിക്കുകയും ചെയ്തതിന് പുറമെ യുവതിയുടെ അശ്ലീല വീഡിയോകൾ ഇയാൾ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോകൾ ഉപയോഗിച്ച് അയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും സ്വാധീനം ഉപയോഗിച്ച് യുവതിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല ഈ യുവതിയെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ മിശ്രയും കൂട്ടാളികളും ചേർന്ന് യുവതിയെയും മറ്റു പല അനുയായികളെയും താൻ ഭൂമിയിൽ അവതാരമെടുത്ത ദൈവമാണെന്ന് വിശ്വസിപ്പിക്കുകയും ഈ യുവതിയെ കൊണ്ട് നിർബന്ധപൂർവ്വം മൂത്രം കുടിപ്പിക്കുകയും ചെയ്തു. ഭക്തിയുടെയും ആത്മീയ ശുദ്ധീകരണത്തിന്റെയും പേര് പറഞ്ഞാണ് ഇയാൾ മൂത്രം കുടിക്കാൻ സ്ത്രീയെ നിർബന്ധിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ പീഡന വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ കുടുംബത്തിന് വൻ നാശമുണ്ടാകുമെന്നും കുട്ടികൾ മരണപ്പെടുമെന്നും പറഞ്ഞ് പ്രതി ഇവരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ 6 വർഷത്തിനിടയിൽ മിശ്രക്കും അയാളുടെ ആശ്രമത്തിനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഇതേ യുവതിയെ കൊണ്ട് മോഷണങ്ങൾ വരെ ഇയാൾ ചെയ്യിച്ചിട്ടുണ്ട്. മിശ്രയുടെ ആശ്രമത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു ഭൂഗർഭ മുറിയിൽ നിന്നും 12 ലാപ്ടോപ്പുകൾ, 11 മൊബൈൽ ഫോണുകൾ, 19 ഹാർഡ് ഡ്രൈവുകൾ, നിരവധി പെൻ ഡ്രൈവുകൾ എന്നിവ കണ്ടെടുത്തു. കൂടാതെ 6.5 ലക്ഷം രൂപ പണമായും 15 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും വലിയ തോതിലുള്ള മയക്കുമരുന്നുകളും കണ്ടെത്തിയിട്ടുണ്ട്. പിടിച്ചെടുത്ത ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിശദമായ ഫോറൻസിക് പരിശോധന നടന്നുവരികയാണ്. മിശ്രയെയും ഇയാളുടെ അടുത്ത സഹായിയായ സ്വാമി കൻവാൾ നയൻ ഉൾപ്പെടെ 7 കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ 8 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ശനിയാഴ്ച വരെ റിമാൻഡ് ചെയ്തു. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിവുള്ള ദൈവതുല്യനായ വ്യക്തി എന്ന നിലയിലാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഈ കപട സിദ്ധനോടൊപ്പം അറസ്റ്റിലായ കൂട്ടാളികളിൽ 6 പേരും സ്ത്രീകളാണ്. ഇരകളെ കെണിയിൽ വീഴ്ത്താനും അവരുടെ മാനസികാവസ്ഥ തകർത്ത് പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാനും വലിയൊരു ശൃംഖല തന്നെ ഇവർ രൂപീകരിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇരകൾ പരാതിയുമായി മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. കേസിൽ വിശദമായ അന്വേഷണം നടത്തി മിശ്രക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാളുടെ ആശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മറ്റ് നിരവധി സ്ത്രീകളെ ഇപ്പോൾ വിശദമായ വൈദ്യ പരിശോധനയ്ക്കും കൗൺസിലിംഗിനും വിധേയരാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സംഘത്തിന്റെ ചൂഷണം ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും കൂടുതൽ പേരിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ വ്യാജ സിദ്ധന്റെയോ അയാളുടെ സംഘത്തിന്റെയോ കെണിയിൽപ്പെട്ട് പണവും മാനവും നഷ്ടപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും പരാതിക്കാരുടെ വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കുമെന്നും പൂനെ സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട്.